ലോക ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ പിൻഗാമി ഇങ്ങനെയുള്ള വിശേഷണങ്ങളോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉദിച്ചുയരുന്ന താരമാണ് 14-കാരൻ വൈഭവ് സൂര്യവംശി. IPL 2025 വൈഭവിന്റെ അരങ്ങേറ്റത്തിലെ പ്രകടനങ്ങൾ ഏവരെയും വിസ്മയിപ്പിച്ചു. 13-ാം വയസ്സിൽ IPL കരാർ ചെയ്യപ്പെട്ടതോടെയാണ് വൈഭവ് പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. സഞ്ജു സാംസണ് പരിക്കേറ്റതോടെ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി കളത്തിലിറങ്ങിയ വൈഭവ് IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിട്ടു. 14 വർഷവും 23 ദിവസവുമായിരുന്നു ആ സമയത്ത് വൈഭവിന്റെ പ്രായം. 9 ദിവസത്തിനു ശേഷം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് നേടിയ സെഞ്ചുറി നിരവധി ലോക റെക്കോർഡുകളാണ് കടപുഴക്കിയത്. ഒരു 14-കാരൻ വെറും 35 പന്തിൽ 100 തികയ്ക്കുന്നത് കണ്ട് ക്രിക്കറ്റ് ലോകം അന്തം വിട്ടു. IPL ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഉൾപ്പെടെ സ്വന്തമാക്കിയ വൈഭവ് സീസണിൽ റോയൽസിനായി 252 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിൽ വൈഭവിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇംഗ്ലണ്ട് പര്യടനത്തിനായി വൈഭവ് വൈകാതെ യാത്ര തിരിക്കും. ഇപ്പോൾ BCCIയുടെ ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസിൽ പരിശീലനം നടത്തി വരികയാണ് വൈഭവ്. ഇവിടെ നടന്ന റെഡ് ബോൾ പരിശീലന മത്സരത്തിൽ വെറും 90 പന്തിൽ നിന്ന് 190 റൺസ് നേടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മുൻ താരങ്ങൾ അടക്കമുള്ള നിരവധി ക്രിക്കറ്റ് വിദഗ്ധർ വൈഭവിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് സെൻസേഷനായി വൈഭവ് സൂര്യവംശി കത്തി നിൽക്കുകയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം യുവരാജ് സിംഗിന്റെ പിതാവും മുൻ ഇന്ത്യൻ ക്രിക്കറ്ററുമായ യോഗരാജ് സിംഗിനെ തൃപ്തിപ്പെടുത്താൻ അതൊന്നും പര്യാപ്തമല്ല എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തുവരുന്നത്. വിവാദമായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഇടയ്ക്കിടെ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് യോഗരാജ്. വൈഭവുമായി ബന്ധപ്പെട്ട് യോഗരാജ് പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മിക്ക കളിക്കാരും 50 ഓവർ പോലും ബാറ്റ് ചെയ്യാൻ കഴിയാത്തവരാണെന്ന് മുൻ ഇന്ത്യൻ പേസർ കൂടിയായിരുന്ന യോഗരാജ് പറയുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റാണ് തന്റെ പരിഗണനയെന്നും നിങ്ങൾക്ക് 5 ദിവസം അതിജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കണമെന്നും അതാണ് യഥാർത്ഥ പരീക്ഷണമെന്നും അദ്ദേഹം പറയുന്നു. 50 ഓവർ 20 ഓവർ ഒക്കെ കളിക്കാമെന്നും താൻ ഈ ഫോർമാറ്റുകൾ പിന്തുടരുന്നില്ല എന്നും പക്ഷേ ഈ ഫോർമാറ്റുകൾ കൂടി ക്രിക്കറ്റിൽ ഉള്ളതുകൊണ്ട് 3 ഫോർമാറ്റുകളും കളിക്കാൻ നിങ്ങൾ പര്യാപ്തരായിരിക്കണം എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് പാടുപെടേണ്ടി വരുന്നത് എന്നും ചോദിക്കുന്ന അദ്ദേഹം തന്നെ അതിനുള്ള മറുപടിയും നൽകുന്നുണ്ട്. T20, IPL, 50 ഓവർ എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് കാരണമെന്നും ഇന്ന് നമുക്ക് 50 ഓവർ പോലും കളിക്കാൻ കഴിയില്ല, അങ്ങനെയാണ് ക്രിക്കറ്റിന്റെ പോക്കെന്നും യോഗരാജ് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ പരിശീലകരും അഡ്മിനിസ്ട്രേറ്റർമാരും ക്രിക്കറ്റിനോട് അഭിനിവേശം ഇല്ലാത്തവരാണെന്നും യോഗരാജ് ആരോപിക്കുന്നുണ്ട്. എല്ലാ പരിശീലകരും അഡ്മിനിസ്ട്രേറ്റർമാരും എയർ കണ്ടീഷനിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും യോഗരാജ് വിമർശിക്കുകയാണ്. ഇത്തരം വിമർശനങ്ങൾ വരുമ്പോഴും വൈഭവിനെ ഭാവി വാഗ്ദാനമായി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കാണുന്നത്. സീനിയർ ലെവൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് വൈഭവ്. 17 പന്തിലാണ് അർദ്ധ സെഞ്ചുറിയും തികച്ചത്. ബീഹാറിൽ നിന്നുള്ള വൈഭവിനെ 1.1 കോടി രൂപയ്ക്ക് RR ലേലത്തിൽ പിടിക്കുമ്പോൾ 13 വയസ്സും 243 ദിവസവുമായിരുന്നു പ്രായം. അടിസ്ഥാന വില 30 ലക്ഷം രൂപയായിരുന്നുവെങ്കിലും വൈഭവിനു വേണ്ടി ഡൽഹിയും രംഗത്ത് വന്നതോടെ തുക ഉയരുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ-19 യൂത്ത് ടെസ്റ്റിൽ 13-ാം വയസ്സിൽ സെഞ്ചുറി നേടി ലോക റെക്കോർഡ് സ്ഥാപിച്ചാണ് വൈഭവ് ആദ്യം ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. 2024 12-ാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് നേടിയിരുന്നു.